നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരായ ലഹരി കേസിലെ തുടർ നടപടി ആലോചിക്കാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. ഷൈനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ യോഗത്തിൽ തീരുമാനമെടുക്കും. അതേസമയം ഷൈനെതിരായ നടി വിൻസിയുടെ പരാതി ചർച്ച ചെയ്യാൻ ഫിലിം ചേംബറും സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിയും ഇന്ന് യോഗം ചേരും. വിവരങ്ങളുമായി വിജിതയുണ്ട്. വിജിത, ഇന്ന് പ്രധാനപ്പെട്ട 3 യോഗങ്ങളാണ് ചേരുക. അതിനു മുൻപ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയത്തിന് മുൻപാണ് മാധ്യമങ്ങളെ കണ്ടത്. ഈ ഷൈനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കൊച്ചി സിറ്റി കമ്മീഷണർ പറയുന്നത്. വൃന്ദ സൂചിപ്പിച്ചതുപോലെ ഷൈൻ ടോം ചാക്കോ ഈ ഒരു ചോദ്യം ചെയ്യലുമായി അല്ലെങ്കിൽ കേസുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ആ ഗുണ്ടാ സംഘത്തെ കണ്ട് പേടിച്ചോടി എന്ന് പറയുന്ന ആ ഒരു മൊഴിയിൽ കൃത്യമായി അങ്ങനെ ഒരു സംഭവം തോന്നിയിരുന്നെങ്കിൽ പോലീസിനെ അറിയിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു രാസപരിശോധന അടക്കം വന്നതിന് ശേഷമാണ് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഈ ഒരു നടൻ കൃത്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ സ്ഥിരീകരണം നൽകാനാവും എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നുണ്ട്. അയാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മൊഴിയാൽ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു രാസലഹരിയുടെ പരിശോധനാ ഫലം കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും കേസിനോട്, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിനോടെല്ലാം തന്നെ ഷൈൻ ടോം ചാക്കോ കൃത്യമായി ഒരു സമീപനം അല്ലെങ്കിൽ കൃത്യമായി അതിനോടെല്ലാം പ്രതികരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി എന്തായാലും ഒരു പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു, പോലീസ് ഈ ഒരു സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേരുമെന്നുള്ള കാര്യം. അതിലിനിപ്പോൾ ഒരു സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരു യോഗം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. വേണമെങ്കിൽ തീരുമാനമെടുത്ത് അങ്ങനെ ഒരു യോഗത്തിലേക്ക് കടക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ നോക്കാനുള്ളത് ഈ സംഘടനകളുടെ ഒരു യോഗം തന്നെയാണ്. ഫിലിം ചേംബറിന്റെ യോഗത്തോടൊപ്പം തന്നെ ഈ ഒരു IC ഇന്റേണൽ കമ്മിറ്റി ഇന്ന് യോഗം ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അതിലെങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോക്കെതിരെയുള്ള നടപടികൾ എന്നെല്ലാം തന്നെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു സിറ്റി പോലീസ് കമ്മീഷണറും പറയുന്നത് അത് തന്നെയാണ്. ഈ ഒരു ലഹരി ഇടപാടുകാരനുമായി സജീറുമായി ബന്ധപ്പെട്ടെല്ലാം ഒരുപാട് അന്ന് ചോദ്യം ചെയ്യൽ ഈ ഒരു ഷൈൻ ടോം ചാക്കോ സജീറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം ഇടനിലക്കാരും ഇടപാടുകാരും എല്ലാം ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളെല്ലാം അതിന്റെ വഴിക്ക് നടക്കും. അതുപോലെ തന്നെ ഈ ഒരു കേസും, ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ ഓടിയ കേസ് ഇതിന്റെ വഴിക്ക് നടക്കും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറെയുള്ള കേസുകളും അതിന്റെ നടപടിക്ക് തന്നെ നടക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു യോഗം ചേരുകയും കൂടുതൽ വിശദാംശങ്ങളെല്ലാം എടുക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഈ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഒരു മറുപടി. എന്തായാലും ഇനി ഈ 2 യോഗങ്ങൾ കൂടി നമുക്ക് എന്തായിരിക്കും നടപടി എന്ന് കൂടുതൽ അറിയേണ്ടതുണ്ട്. വൃന്ദ. ശരി വിസ്മയ.